നമസ്കാരം. വിളപ്പിശാല സാമൂഹ്യാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലുമൊക്കെ നടക്കുന്ന ഒരു പ്രചരണത്തെ, അതിൻ്റെ വസ്തുത പറയുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ. ചികിത്സ നിഷേധിച്ച് മരണപ്പെട്ടു പോയി എന്ന് പ്രചരിപ്പിക്കുന്ന വ്യക്തി രാത്രി 1:28 കൂടിയാണ് വിളപ്പിശാല CHSC ചികിത്സയ്ക്കെത്തുന്നത്. അപ്പോൾ അവിടെ പുറത്തെ ഗേറ്റല്ല, അകത്തെ ഗ്രില്ല് അടച്ചിടുന്ന ഒരു സാഹചര്യമുണ്ട്. രാത്രി അവിടുത്തെ സുരക്ഷിതത്വത്തെ കരുതിയാണ് 1:28 കൊണ്ടുവരുമ്പോൾ തന്നെ കൂടെ ഉണ്ടാകുന്നു. 1:28 ഏതാണ്ട് 1:29 എത്തുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഭാര്യ ഡോർബെൽ അടിക്കുന്നു. അപ്പോൾ തന്നെ അത് തുറക്കുകയാണ്. 1 മിനിറ്റിനകം തന്നെ, നിങ്ങൾ ആ സമയം നോക്കുമ്പോൾ അറിയാം, 1:29, 24, 1:28:55 അദ്ദേഹം എത്തുന്നത്. 1 മിനിറ്റിനകത്ത് തന്നെ ഇത് തുറക്കുകയാണ്. തുടർന്ന് അദ്ദേഹം കുറച്ച് നേരം അവരവിടെ നിൽക്കുന്നു. പക്ഷെ ഡോർ അപ്പോൾ അവിടെ തുറന്നിട്ടുണ്ട്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറിനെ ക്യാബിനിലേക്കായിരിക്കാം മിക്കവാറും അത് നഴ്സ് പോയിട്ടുണ്ടാവുക ഗ്രില്ല് തുറന്നതിന് ശേഷം. ഇവരെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ കൂടി വന്ന് ഇപ്പോൾ ഇദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുപോകും. ഇവിടെ നോക്കേണ്ടത് സമയമാണ്. ഇവിടെ വന്നിരിക്കുന്ന ഒരു വലിയ പ്രചരണം സമയത്തിന് ഇദ്ദേഹത്തിന് ചികിത്സ നൽകിയില്ല, ഡോറ് തുറക്കാൻ താമസിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ 1 മിനിറ്റിനകം തന്നെ, 1 മിനിറ്റല്ല, 1 സെക്കൻഡിനകം തന്നെ വന്ന് ഡോറ് തുറക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. 1 മിനിറ്റ്, ഏതാണ്ട് 2 മിനിറ്റ് എടുത്തുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ അകത്തേക്ക് കൊണ്ടുപോയി. നമുക്ക് ആ സമയം കൃത്യമായി CCTV വിഷ്വൽസിൽ കൃത്യമായി കാണാൻ കഴിയും. നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ആതുരാലയമാണ് വിളപ്പിശാല ആശുപത്രി. ഞാൻ വിളപ്പിശാലക്കാരനാണ്. അവിടെ ഒരു സാമൂഹ്യാരോഗ്യ കേന്ദ്രം എന്ന രൂപത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 1:30, അതായത് വന്നത് 1:29, 28:55, അത് ഒരു 2 മിനിറ്റ് സമയത്തിനകത്ത് തന്നെ അദ്ദേഹം അകത്തോട്ട് കയറുകയാണ്. ഇതാണ് ഈ വിഷ്വൽസുമായി ബന്ധപ്പെട്ട്. മറ്റൊന്ന്, ഇത് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്, ആംബുലൻസിൽ കയറ്റി ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നതാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും 1:37 അദ്ദേഹത്തെ അകത്തേക്ക് കൊണ്ടുപോകുന്നത്. അതായത് ഈ ആംബുലൻസിനകത്ത് കയറ്റി വിടുന്നത്. അതായത് വന്നത് 1:29, അദ്ദേഹം പോകുന്നത് 1:38. ഒരു 7-8 മിനിറ്റ് മാത്രമാണ് ഇദ്ദേഹത്തിനെ ഈ ആശുപത്രിയിൽ നിന്ന് കയറ്റി വിടാൻ വേണ്ടി. ഇതിപ്പോൾ കാണുന്നത് ഡോക്ടറിൻ്റെ ക്യാബിനാണ്, ഡോക്ടറിനെ ചികിത്സിക്കുന്നതാണ്. അവിടെയും നമുക്ക് സമയം കൃത്യമായിട്ട് കാണാൻ വേണ്ടി കഴിയും, എത്ര മണിക്കാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി കഴിയും. കണ്ടോ, സമയം അവിടെ 1:32, 38. അതായത് ഏതാണ്ട് അകത്തൊരു 2 മിനിറ്റിനകം, അകത്ത് കയറി 2 മിനിറ്റിനകം ഡോക്ടറിൻ്റെ അടുത്തേക്ക് എത്തുന്നു. ഡോക്ടർ അവിടെ പ്രാഥമികമായ ചികിത്സകൾ നൽകി. ഒരു 7 മിനിറ്റ് സമയം, വളരെ സമയമൊന്നും ഇവിടെ എടുത്തിട്ടില്ല. കാരണം പ്രാഥമികമായ ചികിത്സ മാത്രമേ അവിടെ ചെയ്യാൻ കഴിയും. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹം വളരെ ബോധത്തോടെയാണ്, അതായത് നെഞ്ചുവേദന അനുഭവപ്പെട്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ബോധം മറന്നിരുന്നില്ല. പ്രാഥമിക ചികിത്സ എന്ന രൂപത്തിലുള്ള CPR അങ്ങനെ ബോധത്തോടെ നിൽക്കുന്ന ഒരു രോഗി കൊടുക്കാൻ കഴിയുന്നതല്ല. മറ്റൊരു കാര്യം, ബോധത്തോടെയാണ് ധാരണ പോലും പലരും പറയുന്ന CPR പറയുന്നതാണ്. ഇത് ഒരു രാഷ്ട്രീയ ദുഷ്ടലാക്കോട് കൂടിയാണ്. 16-ാം തീയതി നമ്മൾ മനസ്സിലാക്കേണ്ടത്, 16-ാം തീയതി ഇദ്ദേഹം ഈ ആശുപത്രിയിൽ വരികയും ഇദ്ദേഹത്തിന് മതിയായ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു ഈ വിളപ്പിശാല ആശുപത്രിയിലെ ഡോക്ടർമാർ. അദ്ദേഹം അതങ്ങനെ പോകാൻ വേണ്ടി തയ്യാറായില്ല. പിന്നീടാണ് ഇപ്പോൾ സ്ട്രെച്ചറിലാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിന് ബോധം മറന്നിരുന്നില്ല എന്നാണ് അതിന് മനസ്സിലാക്കുന്നത്. അപ്പോഴും സമയം നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും, 1:36. അപ്പോൾ അദ്ദേഹം കുഞ്ഞുനാൾ മുതലേ ഹൃദ്രോഗത്തിന് ചികിത്സയായിട്ടുള്ള ആളാണ്.